കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സ്നേഹത്തിൽ കടന്നു വരുവാനും അവിടുത്തെ നാമത്തെ പാടി ആരാധിക്കുവാനും തന്ന അവസരത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. നാം ഓരോരുത്തരെയും കർത്താവായ ദൈവം നാം ആയിരുന്നിടങ്ങളിൽ സൂക്ഷിച്ചു, പരിപാലിച്ചു, നന്മകളാൽ നിറച്ചു. ദൈവത്തിൻ്റെ എല്ലാ നന്മകൾക്കായി നന്ദിയോടെ ദൈവത്തിൽ നിൽക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ധ്യാനിക്കുവാനും കേൾക്കുന്ന വചനത്തിൽ നമ്മളതിനെ ഉറപ്പിക്കാൻ ദൈവം ഇടയാക്കട്ടെ. ഈ നാളുകളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബവുമായി ബന്ധപ്പെട്ട ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ പഠനം ആ നിലയ്ക്കാണ് പോകുന്നത്. ഈ ആഴ്ചയിലും അത്തരം ഒരു വിഷയത്തിനെ അടിസ്ഥാനമാക്കിയാണ് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു ദൈവവചനം ഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞുവെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളിക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. മതി, താങ്ക് യു. ഈ വചനഭാഗത്തിൽ നിന്നുകൊണ്ട് ആണ് ഞാൻ സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഇന്നത്തെ ചിന്തയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് വെൻ ലവ് ഗ്രോസ് കോൾഡ് റീകിൻഡ്ലിങ് കമ്മിറ്റ്മെൻറ്റ്. സ്നേഹം തണുക്കുമ്പോൾ നമ്മളതിനെ ആ കമ്മിറ്റ്മെൻറ്റിനെ, സമർപ്പണത്തെ ഒരിക്കൽ കൂടി പുനരുജ്ജീവിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്നുകൂടി ഊതി തെളിക്കുകയാണ്, അല്ലെങ്കിൽ ഊതി കത്തിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സ്നേഹം, ആദ്യ സ്നേഹം അതിൻ്റെ അർത്ഥത്തിൽ നിന്ന് കൈമോശം വരികയും ബന്ധങ്ങൾ അകലുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഊതി കത്തിക്കേണ്ട, തെളിച്ചെടുക്കേണ്ട ആവശ്യകതയുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് എഫേസോസിലെ സഭയ്ക്ക് അപ്പോസ്തലനായ യോഹന്നാൻ എഴുതുകയാണ്. കർത്താവിൻ്റെ വെളിപ്പാടെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്, നമുക്കറിയാം. അപ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാടനുസരിച്ച് അദ്ദേഹം എഴുതുകയാണ്. ഒത്തിരി ചില നന്മകളെ പറഞ്ഞതിന് ശേഷം ഒരു കുറ്റം പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആരംഭിക്കുന്നത്. ആ കുറ്റം ഇങ്ങനെയാണ്: നിനക്ക് സഹിഷ്ണുതയുണ്ട്, നീ എൻ്റെ നാമനിമിത്തം സഹിച്ചു എന്നൊക്കെ പറഞ്ഞ് നന്മകൾ പറഞ്ഞിട്ട് പറയുകയാണ്. ഒരു കുറ്റം എനിക്ക് നിന്നെപ്പറ്റി പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത്: നിൻ്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്ന് നിന്നെ ഒരു കുറ്റം പറയാനുണ്ട്. അതുകൊണ്ട് നീ മാനസാന്തരപ്പെടുകയും അതുപോലെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുകയും ചെയ്യണം. അതായത് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യണം. ഇതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇത് സഭയെപ്പറ്റിയാണ് പറയുന്നത്. സഭയുടെ ഒരു വിലയിരുത്തലാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ സഭകൾ, 7 സഭകളെ സംബന്ധിച്ച് കർത്താവ് തൻ്റെ അഭിപ്രായം, തൻ്റെ ഒരു വിലയിരുത്തൽ നമ്മളെല്ലായിടത്തും കാണുന്നുണ്ട്. ഒരു നന്മ പറയുന്നു, പിന്നെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു, പിന്നെ അതിനുള്ളൊരു ഉപദേശം പറയുന്നു. ഇങ്ങനെ ഒരു ഘടന അതിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ ഈ സഭയ്ക്കകത്ത് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് നന്മകൾ ഒത്തിരിയുണ്ട്, പക്ഷേ ഇതൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ആദ്യ സ്നേഹം നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് മടങ്ങി വരിക, റിപ്പൻറ്റ് ചെയ്യുക, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങുക. ഇതാണ് അടിസ്ഥാനമായ ചിന്ത. ഈ ഒരു ചിന്ത വചനത്തിൽ പല ഭാഗങ്ങളും കാണാൻ കഴിയും. പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ യിരെമ്യാവ് 2:2 നമ്മളത് വായിക്കുന്നുണ്ട്. യിരെമ്യാവ് 2:2.
എന്നാൽ നീ ചെന്ന് യെരുശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. താങ്ക് യു. I remember you, thus says the Lord, I remember you, the kindness of your youth, the love of your betrothal, when you went after me in the wilderness, in a land not sown. ഇത് കിങ് ജെയിംസ് വേർഷനിലാണ് ഞാൻ വായിച്ചത്. അതിങ്ങനെ എനിക്ക് കുറേ ഇൻട്രസ്റ്റ് തോന്നി അതിനകത്ത് മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്ന് രണ്ട് പല ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ, പല ട്രാൻസ്ലേഷൻസ് ഞാൻ വായിച്ചു. അപ്പോൾ മറ്റൊരു ട്രാൻസ്ലേഷൻ ഞാൻ ഇങ്ങനെ കണ്ടു. അതിങ്ങനെയാണ്: ഐ റിമെമ്പർ യു ദ കൈൻഡ്നസ് ഓഫ് യൂത്ത്, ദ ലവ് ഓഫ് യുവർ ലോങ് സഫറിങ്, ഫോർ യു വാക്ക്ഡ് ആഫ്റ്റർ മീ ഇൻ ദ വിൽഡർനെസ്, ഇൻ ദ ലാൻഡ് ദാറ്റ് വാസ് നോട്ട് സോൺ. അത് കുറേ കൂടെ വിശാലമായിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിൽഡർനെസ്സിൽ നീ എൻ്റെ പിന്നാലെ ദീർഘനാളുകൾ എൻ്റെ സഹനത്തോടെ എൻ്റെ പിന്നാലെ വന്ന നിൻ്റെ ആ സ്നേഹം. അപ്പോൾ ഈ ആദ്യ സ്നേഹം എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു ഭയങ്കര വിശാലത ഞാൻ അതിനകത്ത് കണ്ടു. അപ്പോൾ ദൈവം ഇസ്രായേലുമായി ഉണ്ടാക്കുന്ന ബന്ധത്തിനകത്ത് ഈ സ്നേഹബന്ധം വളരെ ആഴമേറിയതാണ്. ഒരു വലിയ ആഴമേറിയ ബന്ധത്തിലാണ് ദൈവം ഇസ്രായേലും നിലനിൽക്കുന്നത്. അത് ഇന്ന് വരെ അവരുടെ ജീവിതത്തിൽ ആ നിലനിൽപ്പുണ്ട്. അപ്പോൾ അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം ഈ സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളുണ്ട്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുകയും ആ സ്നേഹം മനുഷ്യനെ തിരിച്ച് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ആത്മബന്ധമാണ് അവിടെയുണ്ട്. ഇത് നമ്മുടെ എല്ലാം ചിന്ത അടിസ്ഥാനം. അപ്പോൾ ഈ ഫാമിലിയുടെ ഒരു ബേസിക് എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിലൊരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫാമിലിയാണ് ഈ ഒരു സഭയുടെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ സ്നേഹബന്ധങ്ങൾ നമ്മൾ തിരിച്ചറിയുകയും സ്നേഹത്തെ മനസ്സിലാക്കുകയും സ്നേഹത്തെ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന ആ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഈ ഫാമിലിയാണ്, കുടുംബമാണ്. ഈ കുടുംബ പശ്ചാത്തലത്തിൽ സ്നേഹബന്ധങ്ങൾ രൂപപ്പെടുത്തിയാൽ മാത്രമേ അത് വൈഡർ പശ്ചാത്തലങ്ങളിൽ സമൂഹത്തിലേക്കൊക്കെ വളരത്തുള്ളൂ. നിങ്ങൾ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവരുടെ പശ്ചാത്തലം, കുടുംബ പശ്ചാത്തലം വളരെ ശ്രദ്ധേയമായിരിക്കും ആ കാര്യത്തിൽ. അവരുടെ പശ്ചാത്തലമാണ് അവരുടെ പബ്ലിക്കായിട്ടുള്ള ആ സർവീസിനകത്ത് കാണുക. അപ്പോൾ നമ്മൾ വളരുന്ന കുടുംബം, നമ്മൾ ജീവിക്കുന്ന ഇടം, ബാല്യം മുതൽ സ്വീകരിച്ചു വന്ന സ്നേഹം, സ്നേഹബന്ധം, സ്നേഹം കൊടുക്കൽ, ഇത് വളരെ വ്യത്യാസമാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കുടുംബ സംവിധാനങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറുപ്പം തൊട്ടുള്ള ചിന്തകളിൽപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിലുള്ളവർ സ്നേഹം നന്നായി പ്രകടിപ്പിക്കുന്നവരാണ്. സ്നേഹം വളരെ പ്രകടിപ്പിക്കുന്ന രീതിയുള്ളവരാണ്. പക്ഷേ എൻ്റെ മാതാവിൻ്റെ കുടുംബ പശ്ചാത്തലമുള്ളവർ, അവർ സ്നേഹം അങ്ങനെ പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിക്കുന്നവരല്ല. ഒരു ഫോർമാലിറ്റീസ് എപ്പോഴും നമുക്ക് കാണാൻ പറ്റും, ഒരു അധികാര ശ്രേണിയും ക്രമങ്ങളും. കാരണം അവർക്ക് കുറച്ചും കൂടെ ഈ അധികാരങ്ങളും കാര്യങ്ങളും രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ കണക്ഷൻ, ചർച്ചിൻ്റെ അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ഥലത്ത് സ്നേഹത്തിൻ്റെ നല്ലൊരു പ്രകടനവും മറുവശത്ത് സ്നേഹം വളരെ ലിമിറ്റ് ചെയ്തും കൺട്രോൾ ചെയ്തും എന്നാൽ സ്നേഹമുണ്ട്. ഇത് പല രൂപത്തിലാണ് ഇതിൻ്റെ പ്രകടനങ്ങൾ കാണുക. നിങ്ങൾക്ക് ഞാനീ പറയുമ്പോൾ മനസ്സിലാവും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതെങ്ങനെ സംഭവിച്ചെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകളുടെ ശരിയായ ഒരു നയതന്ത്രം നടക്കുന്നത് കുടുംബ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് കുടുംബത്തിനകത്തുള്ള ബന്ധങ്ങൾ, ഭർത്താവ് ഭാര്യ ബന്ധം, അമ്മ മക്കൾ ബന്ധം, അപ്പൻ മക്കൾ ബന്ധം, ഈ ബന്ധങ്ങളുടെ, അത് ഒരു വിശാലമായ കുടുംബമാണെങ്കിൽ അത് ഗ്രാൻഡ് പേരൻസ്, അവരുടെ റിലേഷൻസ്. സോ ഈ റിലേഷൻഷിപ്പുകളുടെ ഒരു ശരിയായിട്ടുള്ളൊരു എന്താ പറയുന്നത്, ഒരു റിയൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫാമിലി. സോ വിൽ കൺക്ലൂഡ് ദാറ്റ് ഫാമിലി ഈസ് എ ബേസിക് യൂണിറ്റ് of the church and the community, where we learn how to love, how to give love, how to receive it. So ഈ എക്സ്പീരിയൻസസ് എല്ലാം നടക്കുന്നത് എവിടെയാണ്? കുടുംബം എന്ന സംവിധാനത്തിലാണ്. പക്ഷേ ഇതിനകത്തുള്ളൊരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ സ്നേഹം തണുത്തു പോകും, ഈ ആദ്യ സ്നേഹം തണുത്തു പോകും. അതിന് ഞാൻ അങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നൊരു കാര്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഫെമിലിയാരിറ്റി
ബ്രീഡ്സ് കണ്ടംപ്റ്റ്. നമ്മൾ ഈ സ്ഥിരം കാണുന്ന ആളുകളോടും ഇടപെടുന്ന ആളുകളോടും നമുക്ക് എന്ത് വരുമെന്നറിയാമോ? ഓട്ടോമാറ്റിക്കലി നമുക്കൊരു എന്താ പറയുന്നത്, ഒരു താല്പര്യക്കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ മലയാളത്തിൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത്. നമ്മൾ എത്ര പ്രഗത്ഭനായ ആളാണെങ്കിലും നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊരു പ്രത്യേകതയൊന്നും ഉണ്ടാവില്ല, അല്ലേ? അത് ഈ ഒരു ഫാക്ടർ കൊണ്ടാണ്. എന്താണ്? ഫെമിലിയാരിറ്റിയാണ് കുഴപ്പമുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ആ മറ്റേ ആളെ എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയാതെ ഇപ്പോൾ. അപ്പോൾ ഈ ഒരു ഫാക്ടർ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. ഇത് കുടുംബത്തിൽ സംഭവിക്കും. നമ്മൾ നാളുകൾ കൂടി അങ്ങ് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമുക്ക് ഈ ആളുള്ള പരിചയം വർദ്ധിക്കുന്നതനുസരിച്ച് ബഹുമാനം എന്ന് പറഞ്ഞ ആസ്പെക്റ്റ് കുറഞ്ഞു വരും. ഈ കുറഞ്ഞു വരുമ്പോൾ പിന്നെ ഉണ്ടാകുന്നത് സ്നേഹത്തിൻ്റെ അപജയമായിരിക്കും. സ്നേഹം ഓട്ടോമാറ്റിക്കലി തണുത്ത് പോയിക്കൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ കർത്താവിനുള്ള ആദ്യ സ്നേഹത്തിൽ ആദ്യകാലത്ത് അവനെ ആരാധിക്കാനും സ്നേഹിക്കാനുമുള്ള നമ്മുടെ ഒരു വ്യഗ്രത, ഒരു ആഗ്രഹം, ഒരു ടേസ്റ്റ്. സോ നമ്മൾ ചർച്ചിലേക്ക് തന്നെ നമ്മൾ റൺ ചെയ്യുക, നമ്മൾ ഓടുന്നൊരു ഘട്ടമായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര തീക്ഷ്ണത ഉണ്ടാവും. വചനം വായിക്കാൻ തീക്ഷ്ണത, ഒരു സാക്ഷ്യം പറയാൻ തീക്ഷ്ണത. കുറേ കാലം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം നമ്മുടെ കർത്താവല്ലേ, ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞില്ല എന്നാ കുഴപ്പം, അങ്ങനെ നമ്മളെത്തും, അല്ലേ? ഇന്നിപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചില്ല എന്നെ കർത്താവിന് അറിയത്തില്ലേ എൻ്റെ സിറ്റുവേഷൻ. ഇങ്ങനെ നമ്മളൊരു ഫെമിലിയാരിറ്റിയിലേക്ക് നമ്മൾ കടന്നു പോകും. ഈ ഫെമിലിയാരിറ്റി ഉണ്ടാക്കുന്ന കുഴപ്പം എന്താണെന്നറിയാമോ? നമ്മളെ ബന്ധത്തിനകത്ത് അവന് കർത്താവിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കാതെ ഇപ്പോൾ. ഇത് എല്ലാ കുടുംബ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. ഇതെല്ലാം നമ്മൾ ശീലിക്കുന്നു നമ്മുടെ ഇത്തരം അതുകൊണ്ടാണ് കുടുംബത്തിനകത്ത് ഇത്തരം പ്രിൻസിപ്പിളുകൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ സ്നേഹം തണുത്ത് വരുന്ന ആ ഘട്ടത്തിലാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിലായിരിക്കും കുടുംബങ്ങൾക്കകത്ത് ശിഥിലത ഉണ്ടാകുന്നത്, ശൈഥില്യം ഉണ്ടാകുന്നത്, പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഈ ബൈബിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേയേറെ ഈ സ്നേഹം തണുക്കുന്ന, ബന്ധങ്ങൾ അകലുന്ന കുറേ കാര്യങ്ങളുണ്ട് കുടുംബത്തിനകത്ത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടെത്താം. ഒത്തിരി കാര്യങ്ങളുണ്ട്, നിങ്ങൾ കണ്ടെത്താൻ കഴിയും. ഞാൻ നമ്മുടെ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചിലത് സെലക്ട് ചെയ്ത് മാത്രം. ഒന്നാമത്തെ നമുക്ക് കയീൻ്റെ ഹാബേലിൻ്റെ ചരിത്രത്തിൽ നോക്കാം. അത് വായിക്കണമെന്നില്ല, നമുക്കറിയാവുന്ന ചരിത്രമല്ലേ. ഉൽപ്പത്തി പുസ്തകം 4:3-8 വരെയുള്ള വാക്യങ്ങളിൽ സംഭവിക്കുന്ന എന്താണ്? കയീൻ ഹാബേലിനെ കൊല്ലുന്നു. എവിടെയാണ് സംഭവിക്കുന്നത്? ഒരു ആരാധനയിടത്താണ്. ആരാധനയിൽ അനുഗ്രഹവും സന്തോഷവും ഉണ്ടാവേണ്ടതാണെങ്കിൽ പോലും ആരാധനയ്ക്ക് ശേഷം സംഭവിക്കുന്ന എന്താണ്? വൈരാഗ്യം, അസൂയ ഒക്കെ രൂപപ്പെട്ട് വരിക. അപ്പോൾ ആരാധനയിലുണ്ടായ നന്മയും അനുഗ്രഹവും സന്തോഷമൊക്കെ ഒരാളുടെ ജീവൻ എടുക്കുന്നതിലേക്ക് എത്തിച്ചേരുന്നു. രണ്ടാമത്തവനെ ഈ ജീവൻ എടുത്തവനാരെ അവസാനം ഒരു വാണ്ടറായിട്ട് മാറുന്നു, ഒരു അലഞ്ഞു തിരിയുന്നവനായി മാറുന്നു. ഒരു കുടുംബം ശിഥിലമായി പോകുന്നൊരു പ്രക്രിയ നമ്മളവിടെ കാണുന്നത്. എന്താ അതിൻ്റെ അടിസ്ഥാനം? ഈ സിബിലിംഗ് റിബലറി എന്ന് പറയുന്നൊരു ചെറിയ കാര്യമാണ്. അത് സൈക്കോളജി പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഈ കുടുംബത്തിനകത്ത് മക്കൾ തമ്മിലുണ്ടാകുന്ന ഒരു റിബലറി ഉണ്ട്, സിബിലിംഗ് റിബലറി. ഇത് അവർ തമ്മിൽ പല കാര്യങ്ങളാണ് അവരെ അത്തരത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ. ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഈ വിദ്വേഷം എന്തുണ്ടാക്കുന്നു? അംഗീകാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതുണ്ടാവുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പിന്നോട്ട് നിങ്ങൾ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചേട്ടനോ അനിയനോ അല്ലെങ്കിൽ പെങ്ങൾക്കോ ആങ്ങളയ്ക്കോ കിട്ടിയ അധിക സ്നേഹം നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകണം. ഈ പൊതുവെ ഒരു ഫാക്ടർ, പൊതുവെ അംഗീകരിക്കപ്പെടുന്നൊരു ഫാക്ടറാണ്. ഒരു കുടുംബത്തിൽ 3 മക്കളുണ്ടെങ്കിൽ മൂത്ത മകന്, 3 ആൺകുട്ടികളാണ്, മൂത്ത മകൻ എന്നുള്ള ഒരു പ്രിവിലേജ് കിട്ടും. ഇളയ മകനാണെങ്കിൽ ഇളയ മകൻ എന്നുള്ള പ്രിവിലേജ് കിട്ടും. നടുക്കുള്ള ആൾക്കുണ്ടല്ലോ ഈ 2 പ്രിവിലേജ് ഉണ്ടാവില്ല. അവർക്ക് അവരെ തന്നെ പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ റയാലുണ്ട്. ഇന്ന് ഇതിനിടയ്ക്ക് ഒരു പെൺകുട്ടിയാണെങ്കിൽ അത് പെൺകുട്ടി എന്നുള്ള പ്രിവിലേജായിട്ട് മാറും. മനസ്സിലായി? ഇതൊക്കെ കുടുംബത്തിനകത്തുള്ള ഡൈനാമിക്സ്. അത് ഭയങ്കര ഡൈനാമിക്സുകളുണ്ട് കുടുംബത്തിനകത്ത്. ഞാനീ പറഞ്ഞത് ഞാൻ പുസ്തകത്തിൽ വായിച്ച കാര്യമാണ്. പിന്നെ ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുടുംബത്തിനകത്ത് ഒത്തിരി ഡൈനാമിക്സുകൾ നടക്കാറുണ്ട്. ഓക്കെ, സിബിലിംഗ് റിബലറിയുടെ ഒരു ഭാഗമാണ് കയീനും ഹാബേലിനും തമ്മിലുണ്ടാകാനുള്ള ഒരു കാരണം. കയീന് എന്താ പറയുന്നത്, ഹാബേലിനോടുണ്ടായ വിദ്വേഷം, ഇറ്റ് came out of jealousy. When Cain
offered the sacrifice, it was not pleasing in the sight of God. But Abel's sacrifice was pleasing in the sight of the Lord. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻഡ് ടു ദം? അവർക്ക് തമ്മിലൊരു ഭിന്നതയുണ്ടായി. പ്രസാദിക്കപ്പെടാത്തവന്, ദൈവത്തിൻ്റെ പ്ലീസിങ് കിട്ടാത്തവന് മറ്റവനോടൊരു വിദ്വേഷമുണ്ടായി. സോ അതാണ് സംഭവിച്ചത്. നോക്കുക, രണ്ടാമത്തെ കാര്യം ഫേവറിറ്റിസം എന്ന് പറയുന്നൊരു കാര്യം. ജനസിസ് ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിനകത്ത് കാണുന്നുണ്ട്. ഈ പക്ഷാപാതിത്വം എന്ന് പറയുന്നൊരു കാര്യം കുടുംബത്തിൽ സംഭവിക്കും. ഐസക് ഫേവേർഡ് ഈസോ, വെൽ റെബേക്ക ഫേവേർഡ് ജേക്കബ്. എന്ത് ചെയ്തു? കുടുംബം രണ്ടായി. മനസ്സിലായോ? മൂത്ത മോനാണ് ഈസോ ഇസ് ദ എൽഡസ്റ്റ് സൺ ആൻഡ് ജേക്കബ് ഇസ് ദ സെക്കൻഡ് സൺ. അപ്പോൾ അപ്പന് ഇഷ്ടപ്പെട്ടത് ആരെയാണ്? അപ്പൻ ഇനി ഈശോയോട് താല്പര്യം. അവൻ ഇച്ചിരി മിടുക്കനാണ്, വേട്ടയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു മിടുക്കനായതുകൊണ്ട് അവനോട് ഇഷ്ടം കൂടുതൽ. പക്ഷേ അമ്മയ്ക്ക് യാക്കോബിൻ്റെ ഇളയ മകനോടൊരു താല്പര്യം. സീ ദ ഡിഫറൻസ്. ഈ ഫേവറിറ്റിസം ഉണ്ടാക്കിയതിൻ്റെ അപകടം എന്താണ്? അവർ തമ്മിലുള്ള ക്ലാഷ്. ആ ക്ലാഷ് ഉണ്ടായത് ഒരിക്കലും നിലയ്ക്കാത്ത പരസ്പര ഭിന്നത, രണ്ട് ദേശങ്ങളുണ്ടായി വരുന്ന അപകടങ്ങൾ. ആ കുടുംബത്തിന് അത് ഡിവിഷൻ ഉണ്ടാകുന്നു. ഒരു മകൻ അവനെ വിട്ടിട്ട് ഭവനം വിട്ട് ഓടിപ്പോകേണ്ടി വരുന്നു, നാൾക്ക് ശേഷം തിരിച്ചു വരുന്നു. ഒത്തിരി 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 ഭിന്നതകൾ നടക്കുന്ന ഒരു പശ്ചാത്തലം. പലപ്പോഴും കുടുംബത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങളാണ്. ചിലരോട് പ്രത്യേകം സ്നേഹം കാണിക്കുക, ചിലർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക. ചിലപ്പോൾ ആൺകുട്ടികളില്ലാത്ത കുടുംബത്തിൽ ആൺകുട്ടി വന്നാൽ അതിന് പ്രാധാന്യം, പെൺകുട്ടികളില്ലാത്ത കുടുംബത്തിലേക്ക് പെൺകുട്ടി വന്നാൽ വളരെ പ്രയോറിറ്റി. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് എല്ലാം ആൺകുട്ടികളായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ എനിക്കൊരു പെങ്ങളുണ്ടായപ്പോൾ, ഇളയ ഒരാളുണ്ടായപ്പോൾ അവൾക്ക് ഭയങ്കര പ്രയോറിറ്റീസ് ആയിരുന്നു. ഇങ്ങനെയുണ്ട് ഓരോ കുടുംബങ്ങളൊക്കെ ഇങ്ങനത്തെ പ്രയോറിറ്റീസൊക്കെ കിട്ടും. സോ അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഭിന്നതയിലേക്ക്, ഭവനത്തിൻ്റെ ശൈഥില്യത്തിലേക്കൊക്കെ മാറിപ്പോയേക്കാം. അപ്പോൾ ഇത് വേറൊരു കാര്യം, ഫേവറിറ്റിസം എന്ന് പറയുന്ന ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം ജലസി അല്ലെങ്കിൽ ഹെയ്റ്റഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകുന്നത്. യോസെഫിൻ്റെ സഹോദരന്മാർ അവനെ വെറുത്തു. അവൻ്റെ സ്കിൽഡ് ഒരു പേഴ്സണായിരുന്നു യോസെഫിൻ്റെ. അത് ഉൽപ്പത്തി പുസ്തകം 37 യോസെഫിൻ്റെ സഹോദരന്മാർ അവനെ വെറുപ്പുണ്ടാകുന്നുണ്ട്. ജലസിയും ഒരുതരം ഹെയ്റ്റഡൊക്കെ ഉണ്ടായി, ഒരു വെറുപ്പൊക്കെ ഉണ്ടായി നോക്കിക്കേ. യോസെഫിൻ്റെ സഹോദരന്മാർ അവനെ വിൽക്കുന്നു, അവനെ പൊട്ടക്കിണറ്റിലിടുന്നു, വിൽക്കുന്നു, കൊന്നെന്ന് കഥ പ്രചരിപ്പിക്കുന്നു. എന്തെല്ലാം കുസൃതികൾ അവർ ഒപ്പിക്കുന്നത്. കുസൃതിയല്ല, നല്ലതല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അത്രയും ഡീപ്പറായിട്ട് ഒരു ഭിന്നത കുടുംബത്തിലുണ്ടാകാൻ കാരണം എന്താണ്? അവിടെ കുറച്ച് ഫേവറിറ്റിസം ഉണ്ട്. ഈ മോന് മാത്രം നല്ല ഉടുപ്പ് തയ്ച്ച് കൊടുക്കുന്നൊരപ്പൻ ആ വീട്ടിലുണ്ട്, ഇല്ലേ? ഉണ്ട്. ഇദ്ദേഹത്തിന് സ്പെഷ്യൽ ഉടുപ്പൊക്കെ കൊടുക്കുന്ന ഒരപ്പൻ ആ വീട്ടിലുണ്ട്. ഇതൊക്കെ വലിയ പ്രതിസന്ധികളാണ്. കുടുംബത്തിനകത്ത് ഇത്തരം ഫേവറിറ്റിസം ഉണ്ടായാൽ കുടുംബത്തിൻ്റെ നിലനിൽപ്പ് വളരെ പരിതാപകരമായിരിക്കും. അടുത്തത് മറ്റൊന്നാണ് കുടുംബ ബന്ധങ്ങൾക്കകത്തുള്ള പ്രശ്നം. അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം അതാണ്. സാറേ, ഇത് നമുക്കൊരു നല്ലൊരു ഉദാഹരണമല്ല. കാരണം ഇന്ന് അങ്ങനത്തെ ഒരു കോൺക്യുബൈൻ, അങ്ങനെ ഒരു സംവിധാനം നമുക്കില്ലല്ലോ. 2 ഭാര്യ, അങ്ങനെ ഒരു സംവിധാനം നമുക്ക് പരിചയമില്ല. പക്ഷേ ഇതിൻ്റെ വേറെ ഫോമിൽ സംഭവിച്ചേക്കാം. അവിടെ സംഭവിച്ചത് സാറയും ഹാഗാറും തമ്മിൽ വഴക്കുണ്ടാവുന്നതും അതേപോലെ ഭിന്നത ഉണ്ടാകുന്ന ഇഫക്റ്റ് ചെയ്യുന്ന ആരിലാണ്? മക്കളിലാണ്. സേറയുടെ മകനായ ഇസഹാക്കും ഹാഗറിൻ്റെ മകനായ ഇസ്മായിലും ഭിന്നത ഇന്നും തീർന്നിട്ടില്ല. ഒരു കുടുംബത്തിലുണ്ടായ പ്രശ്നമാണ്. കുടുംബത്തിനകത്തുണ്ടായ ഭിന്നതയ്ക്ക് എത്ര ലോങ്കവിറ്റി ഉണ്ടെന്നറിയാം. അതുകൊണ്ടാണ് ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പൽ ഫിലോസഫി ഭയങ്കര പ്രധാനമാണ്. കുടുംബം എന്ന് പറഞ്ഞൊരു അപ്പനും അമ്മയും കുറച്ച് പിള്ളേരും ചേരുന്നതെന്നുള്ളൊരു തെറ്റിദ്ധാരണ പലപ്പോഴും ഉണ്ടാവും. ഇതുപോലെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കോൺസെപ്റ്റ്. പക്ഷെ കുടുംബം പണിയുന്നവർക്ക് അത് ഭയങ്കര ഒരു ഫിലോസഫിക്കൽ ഒരു പ്രോഗ്രാമാണത്. കാരണം ഇത് ഒത്തിരി ദൂരെ കണ്ടുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ വടക്കേന്ത്യയിലുള്ളൊരു സമയത്ത് ഞാൻ സിന്ധും കൂടെ ഒരു കടയിൽ തുണി വാങ്ങിക്കാൻ ചെന്നു. സോ അവിടെ ചെന്ന് ഞങ്ങൾ ഇരുന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ ചോദിച്ചു, നിങ്ങൾ മലയാളികളാണോ? അതെ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാനിവിടെ ബാംഗ്ലൂരിലുണ്ടായിരുന്നു, അപ്പോൾ അവിടെ ഇൻഫോസിസിൽ കണ്ട് ജോലി ചെയ്യാൻ വന്നതാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം അദ്ദേഹം പറയാതെ, പ്രശ്നമല്ല കേട്ടോ, അദ്ദേഹം ഇങ്ങനെ പറയാതെ,
അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ അവിടെ ജോലി വിട്ടിട്ട് ഇങ്ങോട്ട് പോരാൻ കാരണം ഈ കടയിൽ നിൽക്കാൻ. എൻ്റെ ചെറിയ കടയാണ്, ഒത്തിരി വലിയ കടകളൊന്നുമല്ല. ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോന്നു. വളരെ സിമ്പിളാണേ. അത്ര വലിയൊരു ജോലിയൊക്കെ വിട്ടേച്ച് കുടുംബം പറഞ്ഞു പോരാൻ, ബിസിനസ് നോക്കിയെടുത്ത്, കുടുംബത്തിൻ്റെ ബിസിനസ് നോക്കിയെടുത്താൻ പറഞ്ഞു. ഞാനിങ്ങനെ പോന്നു. ഒരു കുടുംബത്തിൻ്റെ ആ ഒരു കെട്ടുറപ്പ് കണ്ടോ? അവരുടെ പേരൻസ് ഡിമാൻഡ് ചെയ്തു നീ നിർത്തിക്കോ, അത് ഇങ്ങനെ പോരെ. ആ കുടുംബം കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയുന്നൊരു വലിയ കാഴ്ചയാണ്, ഉൾക്കാഴ്ചയാണ്. അപ്പോൾ ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഇതൊക്കെ ഈ കുടുംബം അബ്രഹാം നേരിട്ടൊരു പ്രതിസന്ധിയാണ്. അബ്രഹാം ഇട്ട ഇന്ന് എവിടെ എത്തി നിൽക്കും നമ്മുടെ മുമ്പിലുണ്ട്, നല്ലൊരു പിക്ചറുണ്ട്. അടുത്ത ഒന്നാണ് ഡിസ്ഫങ്ഷണൽ ഫാമിലീസ്. ദാവീദിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിക്കേ. 2 സാമുവേൽ 2 ശമൂവേൽ 13:18 ഉണ്ട്. അവിടെ സംഭവിച്ചത് ഒത്തിരി പ്രതിസന്ധികളുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനകത്ത്. അമ്നോൻ എന്ന് പറയുന്ന മൂത്ത മകൻ, അവർ അബ്ശാലോമിൻ്റെ അമ്മ, ഇവർക്ക് അമ്മമാർ പലതാണല്ലോ. അപ്പോൾ അവൻ്റെ വൈഫിൻ്റെ അബ്ശാലോമിൻ്റെ സിസ്റ്ററിനോട് അപമര്യാദയെ പെരുമാറുന്നു. അതിൻ്റെ പ്രതികാരം നൽകി അബ്ശാലോം മറ്റവനെ കൊന്നുകളയുന്നു. കൊലപാതകം നടക്കുന്നു, റേപ്പ് നടക്കുന്നു, പരസ്പരം റിബല്ലിയസ്, രാജാവിനെതിരെ എഴുന്നേറ്റ് വരുന്നു. ഒരു കുടുംബ പശ്ചാത്തലം ഉണ്ടാകുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ദാവീദിൻ്റെ കുടുംബാന്തരീക്ഷം വളരെ കലുഷിതമായിരുന്നു, വളരെ കലുഷിതമാണ്. അദ്ദേഹത്തിന് രാജ്യത്തെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല, കുടുംബത്തെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. കുടുംബം ഒരു പ്രധാന സംഭവമാണ്. അപ്പോൾ അത് ദാവീദിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി. ഇത്രയും മക്കൾ നിൽക്കുമ്പോൾ അവസാനം കല്യാണം കഴിക്കാതെ കഴിച്ച ബത്ശബേലുണ്ടായ ശലോമോനാണ് രാജ്യഭാരം കൊടുക്കുന്നത്. എത്രമാത്രം പ്രതിസന്ധികളെന്ന് നോക്കിയാൽ ഈ ദാവീദ് നേരിടുന്നത് കുടുംബം എന്ന് പറഞ്ഞ സംവിധാനത്തെ നിലനിർത്തുന്നതിൽ. ദാവീദ് ഡാൻസ് കളിക്കുന്നത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മീഖലിന് പറ്റുന്നില്ല. അപ്പോൾ ദാവീദ് എന്താണ് ചിന്തിക്കുന്നത്, ദാവീദ് എന്താ മനസ്സിലാക്കാൻ ഭാര്യയ്ക്ക് കഴിയാതെ വരുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ദാവീദിൻ്റെ കുടുംബത്തിലുണ്ടായ ഡിസ്ഫങ്ഷൻസാണ്, അപകടങ്ങളാണ്. മറ്റൊന്നും കൂടെ പറഞ്ഞാൽ ഞാൻ ആ മേഖല വിടാം. ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ധാരാളം കണ്ടെത്താൻ കഴിയും. പല പല കാരണങ്ങളാണ് കുടുംബത്തിനകത്തുണ്ടാകുന്നത്. ഈ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, മത്തായി സുവിശേഷം 10:34-36 വാക്യങ്ങൾ പറയുന്നുണ്ട്, എൻ്റെ നിമിത്തം നിങ്ങളെ തള്ളിക്കളയും, നിങ്ങൾ കുടുംബത്തിൽ നിങ്ങൾക്ക് ഓപ്പോസിഷൻ വരും. അങ്ങനെ സംഭവിക്കാം. കുടുംബത്തിനകത്ത് ഒറ്റപ്പെട്ട് വിശ്വാസം വരുന്നവരൊക്കെ ഈ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് ഒത്തിരിയേറെ പ്രതിസന്ധികളുടെ ഒരു മേഖലയാണ്. അത് എങ്ങനെ സംഭവിക്കും? സ്നേഹം എന്ന് പറഞ്ഞ എലമെൻ്റ് കുറഞ്ഞ് വരുമ്പോൾ ഈ ഫങ്ഷൻ, അതിൻ്റെ രീതി കുറഞ്ഞു. അടിസ്ഥാനപരമായിട്ട് സ്നേഹത്തിലും അടിസ്ഥാന ധാരണയിലും പണിയപ്പെടേണ്ട കുടുംബം പണിയുന്നില്ലെങ്കിൽ അതിന് അപകടം ഉണ്ടാകും. പലപ്പോഴും ഈ കുടുംബത്തിൻ്റെ നിർമ്മിതിയാണ് നമ്മളെ കുഴപ്പത്തിലാക്കുന്നത്. എങ്ങനെയാണ് കുടുംബത്തിൻ്റെ നിർമ്മിതി, അതിലേക്കാണ് നമുക്ക് പറയേണ്ടത്. എങ്ങനെയാണ് റീകിൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് കമ്മിറ്റ്മെൻറ്റിനെ ഒരിക്കൽ കൂടി ഉറപ്പിക്കുക എന്നതിനെ പറഞ്ഞാണ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എങ്ങനെ നമുക്ക് ഹൗ ക്യാൻ വി റീകിൻഡിൽ ദ കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് ഫാമിലി? കുടുംബ ബന്ധങ്ങൾക്കകത്ത് എങ്ങനെ നമുക്കത് ഒരിക്കൽ കൂടി കത്തിക്കാൻ സാധിക്കും, എങ്ങനെ ഒരിക്കൽ കൂടി അതിനെ ഉറപ്പിച്ചെടുക്കാൻ കഴിയും, അതിനെപ്പറ്റിയാണ്. ഒന്നാമത്തെ കാര്യം പറയുന്നത്, റീഇൻവെൻറ്റ് ദ ഡിവൈൻ ഫോർമുല ഓഫ് ഫാമിലി. കുടുംബത്തിൻ്റെ ഒരു ദൈവികമായ ഒരു ഫോർമുല, അതിനെ നമ്മൾ പിന്നെയും ഒരിക്കൽ കൂടി നിരന്തരം നമ്മൾ അതിനെ എപ്പോഴും എടുത്തുകൊണ്ടേയിരിക്കണം, കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം. ദൈവം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? നിങ്ങൾ നോക്കുക, ഒന്നാമത്തെ ടുഗദർനെസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതിനകത്ത്. ഈ ദൈവ അസ്തിത്വത്തിൻ്റെ നമ്മൾ തിരിച്ചറിയും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മൾ അറിയുന്ന, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഷയാണത്. ദൈവം ഏകനാണ് എങ്കിലും നമ്മൾ വിശദീകരിക്കുന്നത് പിതാവൻ, പുത്രനും, പരിശുദ്ധാത്മാവും ചേർന്ന ഏക സത്തയാണ് നമ്മൾ വിശദീകരിക്കുന്നത്. നമുക്കതിനെ മനസ്സിലാക്കാൻ ബൈബിളിൽ നിന്ന് കഴിയുക. മനുഷ്യനുണ്ടാകാനൊരു തീരുമാനം എടുക്കുകയുണ്ടോ? നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും. അവിടെ ഒരു പ്ലൂറാലിറ്റി നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കുക, അല്ലേ? അങ്ങനെയല്ലേ? ദൈവം നമ്മുടെ ഒരു ടുഗദർനെസ് പ്രവർത്തനത്തിലെല്ലാം അതുണ്ട്. ഒരു മ്യൂച്വാലിറ്റി, പരസ്പരം അക്സെപ്റ്റൻസ്,
ഇത് പല മേഖലകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കർത്താവിൻ്റെ സ്നാനത്തിൻ്റെ അവസരത്തിൽ പറയുന്ന ഒരു പ്രയോഗം, ഇതെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അല്ലേ? ട്രാൻസ്ഫിഗറേഷൻ നടക്കുമ്പോൾ പറയുന്നു, ഇതെൻ്റെ പുത്രൻ. ഇനി കർത്താവ് എന്താ പറയുന്നത്? പിതാവ് പറയുന്നതല്ല ഞാനൊന്നും ചെയ്യുന്നില്ല, ആ പറയാത്ത ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ചെയ്യുന്നത്? പിതാവ് പറയുന്നത് മാത്രം പരിശുദ്ധാത്മാവ്. നമ്മളൊരിക്കൽ അതിനെപ്പറ്റി സംസാരിച്ചതാണ്. നോക്കിക്കേ, ഈ മ്യൂച്വാലിറ്റി ഭയങ്കരമാണ്. ഇതാ ഞാൻ പറഞ്ഞൊരു ഇതിനകത്തൊരു ഫിലോസഫി ഉണ്ടെന്ന് പറയാൻ കാരണം, ഒരു കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ആ മ്യൂച്വാലിറ്റി ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ, പാരസ്പര്യം എന്ന് പറഞ്ഞാൽ ആ പരസ്പരമായിട്ടുള്ള ആശയം ചെയ്തില്ലെങ്കിൽ, തലമുറ വരുമ്പോൾ തലമുറയ്ക്ക് അവരുടെ ചോയ്സസുകളുണ്ടാവും. അത് കുടുംബത്തിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ആദം എന്ന് പറയുന്ന ദൈവശബ്ദം കേട്ട മനുഷ്യൻ്റെ ഏതോ ആബ്സൻസിലായിരിക്കണം ഹവ്വ സ്വന്തമായൊരു തീരുമാനത്തിലേക്ക് കടന്നത്. ആ ഫലം പറിച്ചു കളയാം എന്നൊരു തീരുമാനം വന്നത്. അത് പറിക്കാൻ പാടില്ല എന്നുള്ള ആദമിൻ്റെ ബോധ്യം അവയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. ഹല്ലേലൂയ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അത് അവർ തമ്മിൽ നമ്മൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണേണ്ടതെന്നുള്ള പരസ്പര ധാരണ ഇല്ലാത്തൊരു ഘട്ടത്തിലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ഈ വിഷയത്തിൽ നമ്മുടെ പൊതുധാരണ എന്തായിരിക്കണം? ഈ വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഇങ്ങനെയൊരു പ്രശ്നം വന്നാൽ നമ്മളതിനോട് എങ്ങനെയാണ് അതിനെ പ്രതികരിക്കേണ്ടതെന്ന് പരസ്പര ധാരണ ഇല്ലെങ്കിൽ അപ്പനും അമ്മയും മക്കളും നാല് രീതി പ്രതികരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുന്നിടത്താണ് ഈ പറഞ്ഞ ശൈഥില്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സ്നേഹത്തിൽ ഒരു മ്യൂച്വാലിറ്റി ഉണ്ട്. നമ്മൾ റീകമ്മിറ്റ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ, കമ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുമെന്ന് പറയുന്നത് പരസ്പരമുള്ള അറിവ്, ധാരണ, സ്നേഹം എന്നൊക്കെ പറയുന്നത് അത് കേവലം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കൽ മാത്രമല്ല. അതല്ല ആ സ്നേഹം എന്ന് പറയുന്നത്. അത് അറിവിൻ്റെ കൈമാറ്റമാണ്, ദർശനത്തിൻ്റെ കൈമാറ്റമാണ്, ജീവിതത്തെപ്പറ്റിയും ഭാവിയെപ്പറ്റിയുള്ള കാഴ്ചകളാണ്, തലമുറയെപ്പറ്റിയുള്ള ദീർഘവീക്ഷണങ്ങളാണ്, കുടുംബം കെട്ടിപ്പടുക്കുന്ന അടിസ്ഥാന ചിന്തകളാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഓർക്കാറുണ്ട്. എൻ്റെ ഫാദറിനേക്കാൾ ഉപരി ഈ കാര്യത്തിൽ അദ്ദേഹമായിരുന്നു വളരെ ടിപ്പിക്കലായിട്ടുള്ള പേഴ്സണാലിറ്റി. എൻ്റെ ഫാദറിൻ്റെ അനിയനും ഞങ്ങൾ 3 ആൺമക്കൾ വീതമുണ്ട്. ഞങ്ങൾക്ക് 3 പെൺകുട്ടികളൂടെ ഉണ്ട്. അവർ 3 ഞങ്ങൾ 3 ആളുണ്ട്. അപ്പോൾ ഞങ്ങളെ വിളിച്ചിരുത്തിയിട്ട് അദ്ദേഹം ഈ ഘടന പറഞ്ഞ് ഞങ്ങൾ പറയുമായിരുന്നു ഇങ്ങനെ, നിങ്ങൾ 6 പിള്ളേരുണ്ട് ഇവിടെ, 3 ചേച്ചിമാരുണ്ട്, നിങ്ങളിങ്ങനെയാണ്, ഇതാണ് മൂത്തയാൾ, ഇതാണ് ഇളയാൾ. ഈ ഘടനകൾ ഞങ്ങളെ പറഞ്ഞ് പുള്ളി ധരിപ്പിക്കുമായിരുന്നു, മനസ്സിലാക്കിക്കുമായിരുന്നു. ഈ ധാരണ, നമ്മളൊരു കുടുംബമാണ് എന്നുള്ള ധാരണ അങ്ങനെ വളരുന്നിടത്താണ് അത് മുന്നോട്ട് ചെല്ലുമ്പോൾ എൻ്റെ കുടുംബത്തിന് നിഷേധാത്മകമായ ഒന്നിലേക്ക് ഞാൻ കൈവയ്ക്കില്ല എന്നുള്ള തീരുമാനം ഉണ്ടാകുന്നത്, എൻ്റെ കുടുംബത്തിന് പൊതു ലക്ഷ്യമുണ്ടെന്നുള്ള ബോധ്യമുണ്ടാകുന്നത്, എൻ്റെ കുടുംബത്തിൻ്റെ മാനം, എൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം, എൻ്റെ കുടുംബത്തിൻ്റെ ലക്ഷ്യം, ഞങ്ങളുടെ നിയോഗം, അതിന് വിരോധമായിട്ട് ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്നുള്ള ഉറപ്പുണ്ടാകുന്നത് ഈ ഒരു വളർച്ചയിൽ നിന്നുണ്ടാകുന്നത്, ഈ മ്യൂച്വാലിറ്റി ഉണ്ടാക്കുന്നതിലൂടെയാണ്. ഇതൊരു സംയുക്തമായ ഒരു ശ്രമമാണ്. അങ്ങനെ ഇല്ലാത്തടത്താണ് ഞാനൊരു വ്യക്തിയാണ്, എനിക്കിഷ്ടമുള്ള പോലെ, എനിക്ക് ചിന്തിക്കാൻ പ്രായമായി, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും, എനിക്ക് എൻ്റെ തീരുമാനം എടുക്കാൻ കഴിവുണ്ട്, പ്രാപ്തിയായി എന്ന് ചിന്തിക്കുന്നത്, തലമുറകൾ, വ്യക്തികൾ തീരുമാനമെടുക്കുന്നത്. ഹല്ലേലൂയ. എനിക്കൊരു കുടുംബമുണ്ട്, ഞാൻ കുടുംബത്തിൻ്റെ ഭാഗമാണ്, ഞാൻ അതിൻ്റെ തുടർച്ചയാണ് എന്ന് ചിന്തിക്കുന്നിടത്ത്. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ BSc കോട്ടയത്ത് പഠിക്കുന്ന പെൺകുട്ടിയോട് ഞാൻ ഫ്രണ്ടിൻ്റെ മോളാണ്, സംസാരിക്കേണ്ടി വന്നു. അപ്പോൾ അവൾ ഈ ഫ്രീഡത്തെപ്പറ്റി എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത്, എനിക്ക് 2 ചോയ്സസ് ഉണ്ട്. 2 ചോയ്സിൽ ഒന്ന് എന്ന് പറയുന്നത്, ഒന്ന് നീ ചിന്തിക്കുക, നീ ഒരു കുടുംബത്തിൻ്റെ കണ്ടിന്യൂറ്റിയാണ്, നിൻ്റെ പിതാവ് ഒരു പാസ്റ്ററാണ്, നിനക്ക് ആ ലെഗസി തുടരണമെങ്കിൽ നിനക്ക് തുടരാം, അത് നിൻ്റെ ഒരു ചോയ്സാണ്. അങ്ങനെ വരുമ്പോൾ നിൻ്റെ തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ ദർശനവും അദ്ദേഹത്തിൻ്റെ വിശ്വാസവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. രണ്ടാമത്തെ ചോയ്സ്, നീ മറ്റൊന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, നീ നിൻ്റെ കുടുംബമായിട്ടുള്ള താല്പര്യങ്ങളിൽ വിട്ടിട്ട് നീ നിൻ്റേതൊന്ന് തുടരുന്നു. പക്ഷേ ഒരു സാധ്യത എന്ന് പറയുന്നത്, നീ തുടങ്ങുന്നത് അതിൻ്റെ ഫലത്തിൽ എത്രയെങ്കിൽ 2-3 തലമുറയിലും കഴിയണം. നിൻ്റെ ഇപ്പോഴത്തെ സാധ്യത എന്ന് പറയുന്നത്, നിൻ്റെ പിതാവും
നിൻ്റെ വല്യപ്പച്ചനൊക്കെ ഉണ്ടാക്കിയ ആ ട്രഡീഷൻ, ആ ലെഗസി, ആ കൾച്ചർ, ആ ഫെയ്ത്ത്, അതിൻ്റെ തുടർച്ചയായിട്ട് ഒരു സ്റ്റെപ്പ് കൊണ്ട് നിനക്ക് പണിയാൻ കഴിയും. ഇല്ലെങ്കിൽ നീ ഇന്നിട്ട് തുടങ്ങാൻ പുതിയതൊന്നാണെങ്കിൽ അത് എത്തി വരാനായിട്ട് പിന്നെയും 3-4 തലമുറയോടെ കഴിയേണ്ടി വരും. അവൾ കൺഫ്യൂഷനിലായി എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. നമ്മളാണ് തീരുമാനിക്കുന്നത് എവിടെയാണ് ആരംഭിക്കേണ്ടത്. ഞാനൊരു സംവിധാനത്തിൻ്റെ തുടർച്ചയാണോ, എൻ്റെ പിന്നിൽ ഒരു ലെഗസി കിടപ്പുണ്ടോ, വിശ്വാസത്തിൻ്റെ ലെഗസി, സാംസ്കാരികമായിട്ട് അറിവിൻ്റെ, വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ ഒത്തിരി ലെഗസികളുണ്ട് നമ്മുടെ പുറകിൽ. നമ്മളത് തുടരാൻ ഉള്ളവരാണോ, അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണോ എന്നൊക്കെ തീരുമാനിക്കുന്നിടത്താണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയെന്ന് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ദൈവം അവൻ്റെ പ്രവൃത്തികൾക്കകത്ത് ഈ മ്യൂച്വാലിറ്റി കാണിക്കുന്നുണ്ട് എപ്പോഴും. ആ കുടുംബം ദൈവ കുടുംബം എന്നൊക്കെ നമുക്ക് വേണം വിളിക്കാം. അതിനകത്ത് അവിടെ തന്നെ ഒരു പ്ലൂറാലിറ്റി കാണുന്നുണ്ട്. ദൈവം ഏകനാന്ന് പറയുന്നത് പോലും, ആ വാക്ക് പോലും ഞാൻ വായിച്ച എൻ്റെ ഒറിജിനൽ പദം ഹീബ്രു പദം സാറിന് അറിയായിരിക്കും, പക്ഷേ ഞാനത് മറന്നുപോയി. എഖാദം എന്ന് തോന്നുന്നു. അത് സിംഗിൾ എന്നല്ല, അത് യൂണിഫൈഡ് എന്നുള്ളതാണ്. സിംഗിൾ എന്നല്ല, യൂണിഫൈഡ് ആണെന്നാണ് പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുടെ ഏകീകരണം എന്നർത്ഥത്തിലാണ്. ദൈവം ഏകനാണെന്ന് പറയുന്നിടത്തും ഈ ഏകീഭവിക്കലും ഏകീകരണം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ ഏകീഭവിക്കലും ഏകീകരണവുമൊക്കെ ദൈവത്തിൻ്റെ ഫോർമുലയിൽപ്പെട്ട കാര്യമാണ്. അത് കുടുംബത്തിനകത്ത് നിരന്തരം ഫങ്ഷൻ ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. എൻ്റെ സമയം പോകുന്ന ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അടുത്ത പോയിൻ്റ്, റീ എസ്റ്റാബ്ലിഷ് ദ ഓർഡർ. കുടുംബത്തിനകത്തൊരു ഓർഡർ ഉണ്ടെന്ന് വളരെ വ്യക്തമായി വചനത്തിൽ പറയുന്നുണ്ട്. എഫേസ് ലേഖനം 5:22-23, 5:22-33 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ഭാര്യമാരെ, കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. മതി നോക്കിക്കേ, ഇവിടെ നമ്മൾ കാണുന്നത് ഓരോ റോളുകളാണ്. എങ്ങനെയാണ് ഈ പാരസ്പര്യം നിലനിർത്തുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ വായിക്കുന്നത് അത് ഒരു മ്യൂച്വൽ സബ്മിഷൻ്റെ ഒരു എലമെൻ്റ് അവിടെയുണ്ട്. പരസ്പരം സബ്മിറ്റ് ചെയ്യുക, പരസ്പരം, അത് അതിന് മുകളിലുള്ള വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പരസ്പരം സബ്മിറ്റ് ചെയ്യുക, പരസ്പരം മനസ്സിലാക്കുക. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ആ പദത്തിന് വളരെ അർത്ഥമുണ്ട്. ഈ കീഴടങ്ങൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു നെഗറ്റീവായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്. പക്ഷേ കീഴടങ്ങൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ വിൽഫുള്ളായിട്ടുള്ള ഒരു ഡെസിഷനാണ്. നമ്മളെല്ലായിടത്തും എവിടെയെങ്കിലുമൊക്കെ കീഴ്പ്പെടേണ്ടവരാണ്. കീഴ്പ്പെട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുക. കീഴ്പ്പെടേണ്ടടുത്ത് കീഴ്പ്പെട്ടേ പറ്റൂ, താഴേണ്ടടുത്ത് താഴെ പറ്റൂ. അത് അങ്ങനെ ആണ് മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണത്. അപ്പോൾ അത് ആണും പെണ്ണുമെല്ലാം, ഈ കോണ്ടക്സ്റ്റിൽ മാത്രമേ പറയുന്നത്, ആണും പെണ്ണും എല്ലാം കീഴ്പ്പെടേണ്ടതാണ്. അത് എങ്ങനെയാണ്? ക്രിസ്തുവിലാണെന്ന് വളരെ സ്പെസിഫിക്കായി പറയുന്നുണ്ട്. ആ വാക്കിന് ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ക്രിസ്തുവിൽ എന്നുള്ളതിനകത്തെ അർത്ഥം നമ്മുടെ സ്വത്വം കളഞ്ഞുകൊണ്ടുള്ള കീഴ്പ്പെടലല്ല, നമ്മളല്ലാതാവലല്ല. അത് ക്രിസ്തു എന്ന ആ ഒരു യാഥാർത്ഥ്യവുമായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കീഴ്പ്പെടലാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ലൈനായിട്ട് നിൽക്കുന്നത്, ഒരിടത്ത് പോയി ലൈനായി നിൽക്കുന്നത് ആരെങ്കിലും വീക്ക്നെസ് കൊണ്ടാണോ? അല്ല, ലൈനായി നിൽക്കുന്ന ഒരു ക്രമത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ലൈനാകാതെ കൊണ്ട് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് വണ്ടിയിൽ ഇടിച്ച് കയറാൻ നോക്കിയാൽ ആരും കയറൽ നടക്കില്ല, ഇടിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, അല്ലേ? പക്ഷേ ലൈനാണെങ്കിലോ ക്രമത്തിൽ കയറിപ്പോകാൻ പറ്റും. എന്ന് പറയുന്ന പോലെ ക്രമങ്ങൾ വളരെ പ്രധാനമാണ്. കൊലോസ്യ ലേഖനത്തിലും
ഈ അപ്പൻ മക്കൾ ബന്ധങ്ങളെ പറയുന്നുണ്ട്. കൊലോസി ലേഖനം 6:1-4 വരെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. എങ്ങനെയാണ് മക്കളും അപ്പനും അമ്മയും മക്കളും തമ്മിൽ, അതൊന്ന് വായിക്കാമോ? കൊലോസ്യർ 6:1-4 വരെ. യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിൽ യജമാനനുണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് നീതിയും ന്യായവും ആചരിപ്പിൻ. അതിൻ്റെ മുമ്പിലാണോ? കൊലോസി ലേഖനം 4-ാം അധ്യായം 6-ാം അധ്യായം 6-ാം അധ്യായം ആണോ? 4 വരെയുള്ളല്ലോ. അതിൻ്റെ തൊട്ടടുത്തുണ്ടാവും. കൊലോസ്യർ 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ അത് പറഞ്ഞിട്ടുള്ളത്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിരിക്കുകയുമരുത്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. കണ്ടോ, ഒരു ക്രമം പിന്നെ രൂപപ്പെടുന്നുണ്ടോ? മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. ഭാര്യമാരെ, ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാൻ കീഴടങ്ങുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അപ്പോൾ ഇവിടെയെല്ലാം ഒരു ക്രമത്തെ സൃഷ്ടിക്കുക. ആ ക്രമം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ കുടുംബാന്തരീക്ഷത്തിൽ സൃഷ്ടിക്കേണ്ടത്. ആ ക്രമങ്ങളുടെ രൂപീകരണം വളരെ പ്രധാനമാണ്. ഇനി നോക്കുക, കൊലോസ്യർ പിന്നെയും വായിക്കുമ്പോൾ 1 പത്രോസ് 3:1-7 വരെ പറയുന്നുണ്ട്. സെയിം അഡ്വൈസാണ് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള. അപ്പം പലയിടങ്ങളിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ, മക്കൾ അപ്പൻ ബന്ധങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഒരു ക്രമത്തെ നമ്മളവിടെ കാണുന്നുണ്ട്. ക്രമങ്ങൾ വളരെ പ്രധാനമാണ്. കുടുംബത്തിനകത്ത് ക്രമമില്ലാതെ വരുന്നിടത്താണ് പലപ്പോഴും അക്രമങ്ങൾ ഉണ്ടാകുന്നത്. ക്രമങ്ങൾ അതിൻ്റേതായ രീതിയിൽ അത് സ്കൂളാവട്ടെ, കോളേജാവട്ടെ, സഭയാവട്ടെ, സൊസൈറ്റി ആവട്ടെ, ക്രമമില്ലാതെ കിടന്ന രാജാവില്ലാത്തിടത്തുണ്ടാകുന്ന അരാജകത്വം ഉണ്ടാകും. ക്രമങ്ങളില്ലാത്ത സമൂഹമാകട്ടെ, കുടുംബമാകട്ടെ, എല്ലായിടത്തും സംഭവിക്കുന്നത് ഈ ഒരു കാര്യമാണ്. നാം സൃഷ്ടിക്കേണ്ടതാണ് ആ ക്രമത്തെ. ക്രമമുള്ള ഒരു ജീവിത പശ്ചാത്തലത്തിൽ വളർന്ന ഒരാളുടെ ജീവിതത്തിലുടനീളം ആ ക്രമം കാണാൻ കഴിയും. അപ്പോൾ ജീവിതത്തിനകത്ത് നമുക്ക് ഒരു റീഎസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഓർഡർ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഫാമിലി റിലേഷൻഷിപ്പിനകത്തൊരു റീഎസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഓർഡർ. ആ ഓർഡർ സൃഷ്ടിക്കുന്നതിലൂടെയാണ് നമുക്ക് വീണ്ടും അത് ജീവനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക. 1 കൊരിന്ത്യർ 7:3-5 വരെയും സെയിം കാര്യം പറയും. എംഫസൈസ് മീറ്റിംഗ് സെക്ഷൽ നീഡ്സ് ആൻഡ് മ്യൂച്വൽ ഇൻറ്റിമസി. ഭാര്യമാരെ ശരീരത്തിന്മേൽ ഭർത്താക്കന്മാർക്ക് അധികാരം, ഭർത്താവിൻ്റെ ശരീരത്തിൽ ഭാര്യയ്ക്ക് അധികാരം. സോ ഒരു മ്യൂച്വാലിറ്റി എങ്ങനെയാണ് ക്രമപ്പെടുത്തിയെടുക്കുന്നത് എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് വചനം പറയുന്നുണ്ട്. അപ്പോൾ സ്നേഹബന്ധം നമുക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ ക്രമങ്ങൾ കൂടി ആവശ്യമാണ്. ക്രമമില്ലാത്തയിടത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ഞാനൊരു അധ്യാപകനും ഇരിക്കുന്ന വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം ക്രമമല്ലെങ്കിൽ സ്നേഹമല്ല ഇവിടെ ഉണ്ടാകുന്നത്, വിദ്വേഷം ഉണ്ടാകുക. ഞാൻ എൻ്റെ വിദ്യാർത്ഥികൾ ചെതറി നടക്കുക എന്ന് വിചാരിക്കട്ടെ, ഞാൻ പറയുന്നത് കേൾക്കുന്നോ അനുസരിക്കുകയോ കീഴ്പ്പെടാനോ മനസ്സിലായിരിക്കുന്നിടത്തോളം കാലം സ്നേഹമല്ല രൂപപ്പെടുക. അവിടെ എന്തുണ്ടാവുന്നു? അവിടെ ഇഷ്ടക്കുറവുകളുണ്ടാകുക. അപ്പോൾ ക്രമങ്ങൾ വളരെ പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിൽ സ്നേഹബന്ധത്തെ നിലനിർത്താൻ. കാരണം ഇതിനകത്തൊരു ബഹുമാനത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. സ്നേഹവും ബഹുമാനവും ഒരുപോലെ പോയില്ലെങ്കിൽ എന്തുണ്ടാവില്ല? സ്നേഹത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, കുടുംബ ബന്ധത്തിനകത്ത് സ്നേഹ ബഹുമാനങ്ങൾ അതിൻ്റെ തലങ്ങളിൽ നിലനിർത്തിയില്ലെങ്കിൽ മുന്നോട്ട് പോകുന്തോറും സ്നേഹത്തിന് തണുത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്രമങ്ങളെ എപ്പോഴും ഉണ്ടാകണമെന്ന് വചനം നമ്മൾ വീണ്ടും 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 പറയുന്നു. അത് പത്രോസ് മാത്രമല്ല, പൗലോസും പറയുന്നു. പ്രമുഖരായ എഴുത്തുകാരെ രണ്ടുപേരും അവർ ആ വെളിപ്പാട് നമ്മളോട് പറയുന്നു. കുടുംബത്തിനകത്ത് ക്രമങ്ങൾ ഉണ്ടാകണം. ക്രമങ്ങളില്ലാത്ത കുടുംബങ്ങളെ വെറുതെ ഇമാജിൻ ചെയ്ത് നോക്കിക്കോ. അവിടെ അവരുടെ തലമുറ നേടുന്ന പ്രതിസന്ധി എന്നാ നിങ്ങൾ നോക്കിക്കോ. നിങ്ങളുടെ ചുറ്റുവട്ടമുള്ളത് നോക്കിയാൽ മതി. ക്രമങ്ങളില്ലാത്ത കുടുംബങ്ങളിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അഥവാ ഏതെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയ ഗ്രേസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ പോലും അതിനകത്തൊരു ഇൻറ്റേർണലായിട്ടുള്ള ഒരു ക്രമം ഉണ്ടാവും. ഇനി ഞാൻ അവസാനമായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കാം. റീഡിഫൈൻ റിലേഷൻഷിപ്പ് ഇൻ ക്രൈസ്റ്റ്.
ക്രിസ്തുവിൽ നമ്മുടെ ബന്ധത്തെ ഒന്ന് റീഡിഫൈൻ ചെയ്യണം. അത് ഫിലോമോൻ്റെ പുസ്തകത്തിൽ നിന്ന് വരുന്നത്. ഇത് കുടുംബത്തിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിലും കുടുംബമായി ഒരു ചെറിയ ബന്ധം അതിനകത്തുണ്ട്. നമുക്കത് വായിക്കാം. അത് നിങ്ങൾ ശ്രദ്ധയോടെ എല്ലാവരും വായിക്കണം. ഇത് വായിക്കുമ്പോൾ ഞാൻ പൗലോസ് ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ ഒരു കുടുംബക്രമം, ഒരു പുതിയൊരു ബന്ധം, പുതിയ റിലേഷൻഷിപ്പ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് മനസ്സിലാവും. പശ്ചാത്തലം ആദ്യം ഞാൻ പറയാം. ഫിലോമോൻ എന്ന് പറയുന്ന ആളുടെ അടിമയായിരുന്നു ഒനേസിമോസ്. ഫിലോമോനെ വിട്ടിട്ട്, ആ കുടുംബം വിട്ടിട്ട് ഓടിപ്പോകുന്നു. ഇദ്ദേഹം ചെന്നുപെട്ടുന്ന ജയിലിനകത്ത് പൗലോസ് അപ്പോസ്തലനുണ്ട്. പൗലോസിൽ നിന്ന് അദ്ദേഹം ദൈവസ്നേഹം സ്വീകരിക്കുന്നു, ആൾ ട്രാൻസ്ഫോം ചെയ്യുന്നു. ഇനി ഈ ഒനേസിമോസിനെ തിരിച്ച് ഫിലോമോൻ്റെ അടുക്കേക്ക് മടക്കി അയക്കുകയാണ് പൗലോസ് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക. ഒന്ന് വായിക്കണേ. 7-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിക്കാമോ? സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. ആകയാൽ യുക്തമായത് നിന്നോട് കൽപ്പിക്കാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹം നിമിത്തം അപേക്ഷിക്കത്രേ ചെയ്യുന്നത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിനു വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷ നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എൻ്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെയല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. അവൻ അല്പകാലം വേർവിട്ട് പോയത് അവനെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. അവൻ ഇനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്രയധികം. ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നു എങ്കിൽ അവനെ എന്നെ പോലെ ചേർത്തുകൊള്ളുക. ഞാൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടംപെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. പൗലോസ് എന്ന ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം. നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടംപെട്ടിരിക്കുന്നുവെന്ന് ഞാൻ പറയണം എന്നില്ലല്ലോ. അതേ സഹോദര, നിന്നെക്കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കാം. നിന്റെ അനുസരണത്തെപ്പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യുമെന്ന് അറിഞ്ഞിട്ടാകുന്നു ഞാൻ എഴുതുന്നത്. മതി. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വലിയ ആഴമേറിയ സ്നേഹബന്ധത്തിൻ്റെ വാക്കുകളാണ്. ഇത് വായിക്കുമ്പോൾ എനിക്ക് ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്ത ആഴമേറിയ ഫീലിങ്സ് ഉണ്ടായി. പൗലോസ് എത്ര ഹൃദ്യമായിട്ടാണ് പറയുന്നത്, എത്ര ഹൃദ്യമായിട്ടാണ് ഫിലോമോനോട് പറയുന്നത്. ഇനി ഇവൻ ആരാന്നറിയാമോ? ഇവൻ ഇനി നിനക്ക് ദാസനല്ല. ഇനി ആരാണ്? ദാസനും ഇതേ പ്രിയ സഹോദരൻ തന്നെ. ഒരുത്തിൻ്റെ സ്റ്റാറ്റസിനെ റീഡിഫൈൻ ചെയ്യുക ചെയ്യുന്നത്. മുറിഞ്ഞു പോയൊരു ബന്ധമായിരുന്നത്, സ്നേഹം തണുത്ത് ഇല്ലാതായിപ്പോയൊരു ബന്ധം. അതാണ് ഒനേസിമോസും ഇനി ഫിലോമോനും തമ്മിൽ ഒരു കാരണവശാലും ബന്ധപ്പെടാൻ പറ്റാത്ത വിധത്തിൽ മുറിഞ്ഞു പോയൊരു ബന്ധത്തെ ഇവിടെ പൗലോസ് അതിൻ്റെ മധ്യസ്ഥനായി നിന്ന് അതിനെ പണിതെടുക്കുന്ന ഒരു സീനാത്. ഞാൻ ഇതിനെപ്പറ്റി ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഏത് ബന്ധങ്ങൾക്കും ഒരു റീഡെഫിനിഷൻ പ്രധാനമാണ്. എങ്ങനെ? ക്രിസ്തുവിൽ. നമ്മളുണ്ടാക്കുന്ന ബന്ധങ്ങളുടെ പ്രത്യേകത പലപ്പോഴും കല്യാണമൊക്കെ കഴിക്കുമ്പോഴും ഒക്കെ പറയുന്നുണ്ട്, കർത്താവ് നിങ്ങൾ മുപ്പിരിച്ചവരുടെ വേഗത്തിൽ അറ്റുപോകുകയില്ല, നമ്മൾക്കിടയിൽ കർത്താവ് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയാൻ. കുറേ കഴിയുമ്പോൾ ഈ കർത്താവിൻ്റെ സാധ്യതകൾ മാറും പയ്യെ. പിന്നെ നമ്മൾ വ്യക്തികൾ തമ്മിലാവും. അവിടെയാണ് ഈ സ്നേഹം തണുക്കാനുള്ള സാധ്യത കൂടുതൽ. പക്ഷേ എപ്പോഴും കർത്താവിൽ നാം നമ്മളെ തന്നെ നമ്മുടെ കുടുംബജീവിതത്തെ റീഡിഫൈൻ ചെയ്തുകൊണ്ടേയിരിക്കണം. എത്ര മുറിഞ്ഞു പോയാലും അതിന് റീഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത് കർത്താവിനെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴാണ്, അവൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുമ്പോഴാണ്. അത് എവിടെയൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നറിയാമോ? കുടുംബമായൊരു പ്രാർത്ഥന ഇല്ലാതെ വരുമ്പോൾ, കുടുംബമായൊരു ആരാധനയ്ക്ക് പോകാതെ വരുമ്പോൾ, കുടുംബമായി തീരുമാനം എടുക്കാതെ വരുമ്പോഴൊക്കെ ദൈവത്തെ ഉൾപ്പെടുത്തേണ്ട മേഖലകളിൽ ദൈവത്തിനുള്ള സാന്നിധ്യത്തെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ കുടുംബത്തിനകത്ത് കർത്താവിൻ്റെ സാന്നിധ്യം കുറയുമ്പോഴാണ് ഈ സ്നേഹം തണുത്ത് ഇല്ലാതെയാവുന്നത്. ഇന്ന് പകൽക്കാലം
നമുക്ക് നമ്മളെ തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എവിടെയെല്ലാമാണ് ബന്ധങ്ങൾ, ഇത് കുടുംബത്തിൻ്റെ ബന്ധമെന്ന് മാത്രമല്ല, ബന്ധങ്ങൾ മുറിഞ്ഞു പോയിടത്തെല്ലാം ഒരു റീഡെഫിനിഷന് സാധ്യതയുണ്ട്. എങ്ങനെ? ക്രിസ്തുവിൽ. മുറിഞ്ഞ ഒരു ബന്ധത്തെ ക്രിസ്തുവിൽ നമുക്കതിനെ കാണാൻ കഴിയുമെന്ന് പഠിച്ചാൽ, ഇവിടെ പൗലോസ് ചെയ്യുന്നത് കണ്ടോ? മുറിഞ്ഞ ഒരു ബന്ധത്തെ, സഹോദര, അവനിന് മേൽ ദാസനല്ല നിനക്ക്, ഇവൻ എനിക്ക് മകനായതുകൊണ്ട് ഞാൻ ഗ്യാരണ്ടിയാണ്, നിൻ്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം. നിങ്ങൾക്ക് അതിൻ്റെ ആഴം മനസ്സിലാവുന്നുണ്ടോ? ഒരു ബന്ധത്തെ ഉറപ്പിക്കാൻ, അതിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പൗലോസ് തന്നെ ജാമ്യക്കാരനായി മാറുകയും അതിനകത്ത് ക്രിസ്തുവിൽ അവനെ റീഡിഫൈൻ ചെയ്ത്, ഇനിമേൽ അവൻ നിനക്ക് ദാസനല്ല, അവൻ നിനക്ക് സഹോദരനത്രേ. ബന്ധങ്ങളെ റീഡിഫൈൻ ചെയ്യാൻ കഴിയണം. ഹസ്ബൻഡ് വൈഫ്, അപ്പൻ മക്കൾ, ബന്ധങ്ങൾക്കകത്തൊക്കെ വിള്ളലുകളുണ്ടാകും. സ്നേഹം കുറഞ്ഞ് വരണ്ടുണങ്ങുന്ന അനുഭവങ്ങൾ ഉണ്ടാവാം. പക്ഷേ അവിടെയെല്ലാം ഒരു സാധ്യത എന്നാണെന്നറിയാമോ? അവിടെയെല്ലാം നമുക്ക് ക്രിസ്തുവിൽ അതിനെ പണിയാനുള്ള സാധ്യതയുണ്ട്. അത് ഏച്ചുകെട്ടലല്ല, മുഴച്ചിരിക്കും, അതല്ല നമ്മൾ പറയുന്നത്, അത് റീഡിഫൈൻ ചെയ്യലാണ്. അതിനകത്ത് ക്രിസ്തു നിമിത്തം ആരാണ് ഈ ബന്ധം? ക്രിസ്തു നിമിത്തം എങ്ങനെയാണ്? ക്രിസ്തുവിൽ എങ്ങനെയാണ് ഞാൻ കാണേണ്ടത്? ക്രിസ്തുവിൽ എനിക്ക് ആരാണ്? എനിക്ക് മറ്റു പല കാര്യങ്ങളിൽ സാധ്യതയില്ല, പക്ഷെ ക്രിസ്തു നിമിത്തം ആരാണ് എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ ബന്ധത്തിന് അതിന് പിന്നെയും സാധ്യതയുണ്ട്. ആ സ്നേഹത്തെ റീകിൻഡിൽ ചെയ്യാൻ നമുക്ക് കഴിയും. എത്ര തകർന്നു പോയ സ്നേഹബന്ധങ്ങളെയും ഉറപ്പിക്കാൻ സ്നേഹം തന്നിട്ട് പോയ, സ്നേഹം നമുക്ക് വേണ്ടി വിട്ടുതന്ന നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. സ്നേഹം എത്ര തണുത്താലും ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ വീണ്ടും ജീവിപ്പിക്കാൻ സാധ്യതയുള്ള, കാരണം സ്വന്തം ജീവനെ നൽകാൻ വലിയ സ്നേഹമില്ല എന്ന് കർത്താവ് പറയുന്നു. ആ ജീവൻ തന്നാണ് അവൻ ആ സ്നേഹം നമ്മളിൽ ഉറപ്പിച്ചിട്ടുള്ളത്. നമ്മളെ വീണ്ടെടുത്ത കർത്താവാണെന്ന് ഓരോരുത്തരെയും വീണ്ടെടുത്തിട്ടുള്ളത്. ആ വീണ്ടെടുപ്പിൻ്റെ വിലയായ രക്തത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അറിയുമ്പോൾ, കർത്താവിനറിയുമ്പോൾ, മുറിഞ്ഞ ബന്ധങ്ങളെ വീണ്ടും നമുക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ കഴിയും. നമ്മൾ അറിയണം, ഏത് ബന്ധങ്ങളെ ഏത് സമയത്തും ഏറ്റവും സ്യൂട്ടബിളായ സമയത്ത് കൂട്ടി യോജിപ്പിക്കാൻ കഴിയും. കാരണം ക്രിസ്തു അതിന് നിയോഗമാണ്. കുടുംബത്തിനകത്ത് ദൈവിക ക്രമങ്ങളും ദൈവികമായ തത്വങ്ങളും ദൈവികമായ പ്രത്യാശയും നിറഞ്ഞാൽ ക്രിസ്തുവിൽ തന്നെ നമുക്ക് ഏത് മുറിഞ്ഞു പോയ സ്നേഹം, തണുത്തുപോയ ഫ്രോസൺ ആയാൽ പോലും നമുക്കതിനെ യോജിപ്പിക്കാൻ കഴിയും. കാരണം ക്രിസ്തു ഒരു ഗ്യാരണ്ടിയാണ്, കർത്താവ് ഒരു ഗ്യാരണ്ടിയാണ്, അല്ലേ? ആ ദിവ്യ സ്നേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്രോതസ്സിന് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എത്ര അകന്നുപോയ ബന്ധങ്ങളെയും നമുക്ക് ഇന്ന് ഉറപ്പിക്കാൻ കഴിയും.